എല്ലാവർക്കും നമസ്കാരം. പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇത് ഫെബ്രുവരി 7-ാം തീയതി ആര്യയുടെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ വീഡിയോസാണ്. അപ്പോൾ അതാദ്യം തന്നെ നമ്മൾ സ്റ്റേജിൽ ഗണപതിക്ക് വയ്ക്കുകയും ഗണപതി വെച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് മൈലാഞ്ചിയുടെ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിറപറയും നിലവിളക്കൊക്കെ വെച്ച് സ്റ്റേജിനെ ചടങ്ങുകൾക്കുള്ള തുടക്കം കുറിക്കുകയാണ്. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാണ്. ഒന്ന് ചൊട്ടയൊക്കെ വെച്ച് ഇനി നെല്ല് നിറയ്ക്കണം. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ നെല്ല് പറ നിറയ്ക്കാൻ പോവാണ്. പറ നിറച്ച് അതിന് ശേഷമാണ് ഇനി ബാക്കി ഗണപതിക്ക് വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങുള്ളൂ. അപ്പോൾ ചൊട്ട വയ്ക്കുകയാണ് ചേട്ടൻ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു എല്ലാം ഒരു നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ കല്യാണ സമയത്ത് നടന്ന പോലത്തെ ഒരു മൈലാഞ്ചി ഇടൽ ചടങ്ങ് തന്നെ നടത്തണമെന്ന്. അതുപോലെ തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ നെല്ല് ഒരു കൈ പിടിവാരി ഇട്ടു. പിന്നെ ചേട്ടൻ അതിന് ശേഷം ഇട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ പറ നിറച്ചു. അപ്പോൾ ചേട്ടൻ ചൊട്ട വെച്ച് കൊടുത്തു. ഇനി ചൊട്ടയിൽ അത് നിറഞ്ഞ് നമ്മൾ വീണ്ടും ഓരോ കൈപ്പിടി വാരി നിറയ്ക്കും അതിന് ചുറ്റും. അപ്പോൾ അതിൻ്റെ ആ കൊട്ട അവിടെ നമ്മുടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലായിപ്പോയി, അതെടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ആര്യ വന്നിരുന്നു, അമ്മായി കൊണ്ടിരുത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെറിയ ഫങ്ഷനാണ്, നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമുള്ളൊരു ഫങ്ഷനാണ്. അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് സ്ഥാനം അനുസരിച്ച് വന്ന് എല്ലാവരും മൈലാഞ്ചി ഇടിയിക്കും. അപ്പോൾ ആദ്യം ഞാനും ചേട്ടനും കൂടെ മൈലാഞ്ചി ഇടിയിക്കാണ് പോവാണ്. അപ്പം എൻ്റെ ചേച്ചിയാണത്. അപ്പോൾ ചേച്ചി എല്ലാവരെയും വിളിച്ച് വന്ന് നിൽക്കുന്നു പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലുള്ളവരോടും എൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ അങ്ങനെ പാലുക്കുട്ടൻ സ്റ്റേജിൽ കയറി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കും പാലുവിനും ഒരേപോലത്തെ ഡ്രസ്സാണ്. നമ്മൾ എടപ്പാളാണ് ഈ കോസ്റ്റ്യൂമൊക്കെ ചെയ്തേക്കുന്നത്. പാലു ഇങ്ങനെ എന്താണെന്നൊന്നും അവൾക്കറിയില്ല, എന്നാലും അവൾ ഭയങ്കര സന്തോഷവതിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇനി ഞാനും ചേട്ടനും കൂടെ ആദ്യം മൈലാഞ്ചി ഇടുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പാലുക്കുട്ടൻ വന്ന് ഇങ്ങനെ ഓടി വന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ. പുള്ളിയുടെ അധീനതയിലാണല്ലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുള്ളി എല്ലാ കാര്യങ്ങളും അറിയണം എന്താണ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കി. ഇനിയിപ്പോൾ പുള്ളിക്കാരിക്കൊന്ന് മൈലാഞ്ചി ഇടണം. അപ്പോൾ ആര്യയ്ക്ക് മൈലാഞ്ചി ഇടാൻ വന്ന സമയത്ത് സ്കൂളിൽ പോയിക്കായിരുന്നു. കാരണം ആര്യയ്ക്ക് അവൾക്ക് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടനാണ് അവൾക്ക് രാത്രിയിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പം അവൾക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടനെ കൊണ്ട് ഇടാൻ സമ്മതിക്കണില്ല. പുള്ളിക്കാരി കൂണ് വാങ്ങിച്ചു. ഇനി പുള്ളിക്കാരി ഇടുകയാണ്. അപ്പോൾ തലേ ദിവസം വന്ന ആര്യയ്ക്ക് 6-ാം തീയതി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ നമ്മൾ വെറ്റില വെച്ചിട്ട് ആ വെറ്റിലയുടെ പുറത്താണ് നമ്മുടെ ബന്ധുക്കാരും നമ്മളുടെ സുഹൃത്തുക്കളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് എന്തെങ്കിലും മധുരം കൊടുക്കും. അങ്ങനെ ചേച്ചിക്ക് കൽക്കണ്ടം കൊടുത്തിട്ട് നിൽക്കുകയാണ്. അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അത് പുള്ളിക്കാരി എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണമായിപ്പോയി. അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. നമ്മുടെ ഫുഡിൻ്റെ കാറ്ററിങ്ങുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പോയി പുള്ളി വെള്ളമൊക്കെ കുടിക്കുന്നു. അത് കഴിഞ്ഞ് ഓടി സ്റ്റേജിൽ വരുന്നു. ചേച്ചിയുടെ കൂടെ പോയിരുന്നു ഫോട്ടോ എടുക്കണം. പുള്ളിക്ക് ആകെ ഒരു സന്തോഷം. അപ്പോൾ പെങ്ങളുടെ മകൻ്റെ കുട്ടികളും പിന്നെ ചേട്ടൻ്റെ മോളുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വീഡിയോയും കൂടെ ആയിട്ട് ഇടുമ്പോൾ നമ്മുടെ ബാക്കി റിലേറ്റീവ്സിനെയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചേച്ചിയും ചേട്ടനും മൈലാഞ്ചി ഇട്ടു. അത് കഴിഞ്ഞത് ചേട്ടൻ്റെ പെങ്ങളും പെങ്ങളുടെ മോൻ്റെ വൈഫുമാണ്. അപ്പം അവരുടെ മോനെ ഇരുത്താതെ പാലു കയറി അമൃതയുടെ മടിയിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് എന്തൊരു സന്തോഷമാണല്ലോ അവർക്കൊക്കെ. അപ്പം ദേവി ആണത്, ചേട്ടൻ്റെ പെങ്ങളാണ്. അപ്പോൾ അവൾ മൈലാഞ്ചി ഇട്ട് മധുരം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേട്ടൻ്റെ മോളും മരുമോളും വൃന്ദേ രാജിയൊക്കെയാണ്. ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി എല്ലാവരോടും ഇരിക്കാനൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മൈലാഞ്ചി ഇടുന്ന ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അന്നപ്പോൾ ഇത്രയും വീഡിയോ യൂട്യൂബിലേക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ചേച്ചിയുടെ
ഇളയ മോനാണ്. അവൻ UK-ലാണ്. അവൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് അമ്മു. അപ്പോൾ ഇവരുടെ എൻഗേജ്മെൻറ്റും ആണ് 11-ാം തീയതി. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ആര്യയുടെ കല്യാണം കൂടി വന്നതാണ് അവൻ. ഇത് ആര്യയുടെ സ്റ്റുഡൻസാണ്. അവരെല്ലാവരും കൂടെ തലേദിവസം വന്ന് ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു, തിരുവാതിരയും. ഇവരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ടീച്ചർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെൻ്റെ ആങ്ങളുടെ മോള് അമ്മുവാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആര്യയുടെ ഒരു ഫ്രണ്ടും ടീച്ചറും ഒക്കെ കൂടെ ആയിട്ടുള്ളൊരാളും വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് കിട്ടാത്തതാണ്, അതൊന്നും ഇത് ചേർക്കാൻ പറ്റിയിട്ടില്ല. അപ്പം പറ്റുന്ന പോലെ വീഡിയോസൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉള്ളത് വെച്ച് എല്ലാവരും വീഡിയോ ഇടൂ എന്ന് പറയുമ്പോൾ നമ്മളിട്ട് ഇടുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് എല്ലാം കൊണ്ടും നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ ഫുഡൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷം. അപ്പം തൃശ്ശൂരിൽ നിന്നുള്ള അനൂപ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടുത്തെ ചേട്ടൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികളൊക്കെ വന്നു. അപ്പോൾ എല്ലാവരും വന്നു. വളരെ സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ല ഭംഗിയായിട്ട് എല്ലാം ട്രഡീഷണലായിട്ട് അതിൻ്റെ ആചാരങ്ങളോടെ കൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. അതുതന്നെയാണ് നമുക്കിതെങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സന്തോഷമായി. അപ്പോൾ ആര്യയുടെ കുട്ടികളുടെ തിരുവാതിരകളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പോയി അവരുടെ കൂടെ തിരുവാതിര കളിക്കണം. അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, കളിച്ചതാണ്. നമ്മൾ അവരുടെ കൂടെ കളിച്ചപ്പോൾ അങ്ങ് കൂടെ ഒരു സന്തോഷത്തിനങ്ങ് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റൊക്കെ ഉണ്ട്, നമ്മളുടെ ഒരു സന്തോഷമാണല്ലോ നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് അവരുടെ കൂടെ നിന്ന് ഞാനും ചേച്ചിയും ഓരോ ചോട് വെച്ചു. മറ്റുള്ളവരെ വിളിച്ചപ്പോൾ അവരാരും വന്നില്ല, അവർക്കൊക്കെ കഴിയില്ല പറഞ്ഞു. അപ്പോൾ ഇവർ നേരത്തെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനും ചേച്ചി അപ്പം തന്നെ പോയി അതിനകത്ത് ചേർന്നതാണ്. അപ്പോൾ തിരുവാതിര കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ആളുകളൊക്കെ കുറേ പേരൊക്കെ വീണ്ടും എത്തി. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷം. എന്താ പറയുക, ഞാനും ചേട്ടനും അവളും ഒക്കെ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം ഒരു മംഗളമായിട്ട് തന്നെ നടന്നു. ഇതിനകത്ത് ദിലീപിൻ്റെ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ എറണാകുളത്തുണ്ടായിരുന്നു തലേ ദിവസം. പക്ഷേ അവർക്കെന്തോ അന്ന് എത്താൻ പറ്റിയില്ല, അതുകൊണ്ട് അവർ വന്നില്ല. എന്നാലും നമ്മൾ വിളിച്ച എല്ലാവരും തന്നെ എത്തിയിരുന്നു. പിന്നെ ഈ ഫെബ്രുവരി 8 നിറയെ മുഹൂർത്തങ്ങളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ പേരൊക്കെ തലേ ദിവസം വന്നു. പിന്നെ പിറ്റേ ദിവസം വന്നവരും ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ആളുകൾക്ക് എത്തണമല്ലോ, നമുക്ക് ആരോടും പരാതി പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്ലോസ് റിലേഷനുള്ളവരുടെയൊക്കെ കല്യാണത്തിന് പോയില്ല, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നാലും ആളുകളെല്ലാവരും വന്നു. വളരെ സന്തോഷമായിട്ട് പരിപാടികൾ നടന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ